നമ്മൾ ലേസർ എന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ഇനി നിങ്ങൾ ഓൾറെഡി ഇപ്പം പഠിച്ചു കഴിഞ്ഞു കംപ്ലീറ്റ്. പക്ഷേ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല, ഓരോ ടോപ്പിക്കും ഒന്ന് റഫായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ലേസർ എന്താ? ലേസറിൻ്റെ ഫുൾ ഫോം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട് ലൈറ്റിനെ എന്താ ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്യുന്നതാണ് ലേസർ എന്ന് പറയുന്നത്. ഈ ലേസർ ലൈറ്റിനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ് ലേസറിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ്? ഡയറക്ഷനാലിറ്റി, കൊഹറൻസ്, മോണോക്രോമാനിസിറ്റി, ബ്രൈറ്റ്നസ്. അത് നമ്മൾ പറഞ്ഞു. ലേസറിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് നല്ല യൂണി ഡയറക്ഷണലാണ്. നമുക്കറിയാം, നമ്മൾ ടോർച്ച് ലൈറ്റ് നമ്മൾ നേരെ അടിച്ചാൽ എത്ര ദൂരം അത് ട്രാവൽ ചെയ്യും? സ്കാറ്റർ ചെയ്ത് പോവുക ചെയ്യുക ലൈറ്റ്. പക്ഷേ ലേസർ യൂണി ഡയറക്ഷനായിട്ട് കുറേ നേരം ട്രാവൽ ചെയ്യും. അതുപോലെ തന്നെ നല്ല ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ലാർജ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം? ലേസർ ഉപയോഗിക്കാം. നമ്മളിപ്പം അത്രയും ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ലേസർ ലൈറ്റ് അടിച്ചാലും നമുക്കൊരു ലേസറിൻ്റെ പോയിൻ്റ്, ഒരു ലൈറ്റ് സോഴ്സായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് ലേസറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. മീൻസ് പോയിൻ്റായിട്ട് 4 പോയിൻ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അപ്പം ഡയറക്ഷനാലിറ്റിയും ചോദിക്കുകയാണെങ്കിൽ മീൻസ് ലൈറ്റ് ഇൻ വൺ ഡയറക്ഷൻ കുറച്ച് എമൗണ്ട് ഡൈവേർജ് ചെയ്ത് പോവുള്ളൂ. നാരോ ബീമായിട്ട് കുറേ ദൂരം ട്രാവൽ ചെയ്യും. അതേപോലെ മോണോക്രോമാറ്റിക് ആണ്. പിന്നെ കൊഹറൻറ്റ് പറഞ്ഞാൽ സ്പെഷ്യൽ കൊഹറൻസ്, ടെമ്പറൽ കൊഹറൻസ് ഇതൊക്കെ എഴുതാം. പിന്നെ ബ്രൈറ്റ്നസ്, ഹൈ ബ്രൈറ്റും നല്ല ഫോക്കസിങ് പവറൊക്കെയാണ് എന്തിനുള്ളത്? ലേസർ ലൈറ്റിനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ലേസറിൽ നടക്കുന്ന 3 പ്രോസസ്സാണ്. ലേസിങ് ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് 3 പ്രോസസ്സാണ്. ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഫസ്റ്റ് പ്രോസസ് ഈസ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ആൻഡ് പിന്നെന്താ? സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതായത് ഫസ്റ്റ് നമുക്ക് എന്താ സ്പോണ്ടേനിയസ് എമിഷൻ നോക്കാം. സ്പോണ്ടേനിയസ് എമിഷൻ ഇത് എനർജി ലെവൽ 2. ഇവിടെ കുറേ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. എനർജി ലെവലിൽ ഒരു ആറ്റേ ഉള്ളൂ. സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഹയർ ലെവലിലുള്ള ആറ്റംസ് ലോവർ ലെവലിലേക്ക് വരുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യും? എനർജി റേഡിയേറ്റ് ചെയ്യും. ഈ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? എച്ച് ന്യൂക്ക് ഈക്വലായി. എച്ച് ന്യൂ ഈസിക്കൽ ടു എച്ച് ന്യൂ എന്ന എനർജി റേറ്റ് ചെയ്യും. E2 മൈനസ് E1. ഇതിൻ്റെ എനർജി ഡിഫറൻസ് എന്താ? E2 മൈനസ് E1. അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 ബൈ എച്ച് എന്ന് എഴുതാൻ പറ്റും. ഈ ലെവൽ E2 E1 ഇതിൻ്റെ ഫോട്ടോൻ്റെ എനർജിയാണ് ഇത് എച്ച് ന്യൂ. ഇത് ഓക്കെ, അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മൾ എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇതിൻ്റെ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ, അതായത് റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഇൻ ദ ലോവർ ലെവൽ ഈസ് പ്രപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം ഇൻ ദി എക്സൈറ്റഡ് ലെവൽ. അതെന്താ പറയുന്നത്? ഇപ്പോൾ ലോവർ ലെവലുള്ള ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് എടുക്കാം. ലോവർ ലെവലിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞത്? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് ഇൻ ദ എക്സൈറ്റഡ് ലെവൽസിലുള്ള ആറ്റത്തിൻ്റെ എണ്ണം N2 ആണെങ്കിൽ R12 ആണെന്ന് വിചാരിക്കുക. എന്ത്? റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ പ്രൊപ്പോർഷണൽ ടു എന്താ? N2. അപ്പോൾ R2 പ്രൊപ്പോർഷണൽ ടു N2 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് A21 ഇൻറ്റു N2. ഈ A21 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ്. ഈ സെൻറ്റൻസ് അങ്ങനെ പഠിക്കാം. റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഇൻ ടു ദ ലോവർ ലെവൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് ദ എക്സൈറ്റഡ് ലെവൽ. അത് എഴുതുക. എന്നിട്ട് ഈ സെൻറ്റൻസ് എഴുതുക. ഇപ്പോൾ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഈക്വൽ ടു A21 ഇൻറ്റു N2. ഈ A21 ആണ് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഐൻസ്റ്റീൻസ് എ കോഎഫിഷ്യൻ്റ് ഉണ്ട്, ബി കോഎഫിഷ്യൻ്റ് പഠിക്കാനുണ്ട്. ഇത് A21 എന്ന് പറയുന്നത് ഐൻസ്റ്റീൻസ് എ കോഎഫിഷ്യൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ. അത് അന്ന് നോട്ടിൽ നമുക്ക് A2 എന്നേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അത് A2 B2 എന്നത് A21 B21 ഫസ്റ്റ് ലെവലിൻ്റെ മാത്രം കൊടുത്തതേ ഉള്ളൂ. അത് എന്തായാലും പ്രശ്നമില്ല, A2 എന്ന് എഴുതിയാലും മതി. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ്ലി നടക്കുന്നതാണ്. എമിറ്റഡ് വേവ്സ് ഹാവ് നോ ഇത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ചിലപ്പോൾ ഒരേ ഫേസിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. എമിറ്റഡ് വേവ് ഹാവ് റാൻഡം ഡയറക്ഷൻ, പല ഡയറക്ഷനിൽ കൂടി ആയിരിക്കും. കൊഹറൻ്റ് ആയിരിക്കില്ല.
കൺവെൻഷണൽ സോഴ്സ് ലൈറ്റ് ബൈ സ്പോണ്ടേനിയസ് അധികം കൺവെൻഷണൽ സോഴ്സ് ഓഫ് ലൈറ്റാണ് ഈ സ്പോണ്ടേനിയസ് എമിഷൻ വഴി നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ ഫീച്ചേഴ്സും പഠിച്ചിരിക്കാം. ഇനി അടുത്തതാണ് അബ്സോർപ്ഷൻ. എന്താ അബ്സോർബ് ചെയ്യണമെങ്കിൽ എങ്ങനെ അബ്സോർബ് ചെയ്യുള്ളൂ? ദിസ് ഈസ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എങ്ങനെ നടക്കുള്ളൂ? സ്റ്റിമുലേറ്റ്. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് എന്താ, നമ്മൾ പുറത്തുനിന്ന് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു റേഡിയേഷൻ കൊടുത്താൽ ഇവിടുന്ന് ലോവർ ലെവലിൽ ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ എന്ത് കൊടുക്കണം? പുറത്തുനിന്ന് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഇത് കൊടുക്കണം. അപ്പം ആറ്റം ഇവിടുന്ന് നമ്മളൊരു ഫോട്ടോൺ കൊടുക്കുന്നു, അപ്പം ഈ ലെവലിൽ ആറ്റം എങ്ങനെ എടുക്കുന്നു? അപ്പർ ലെവലിൽ എടുക്കുന്നു. ഇതിനാണ് എന്ത് പറയുന്നത്? സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്പോണ്ടേനിയസ് എമിഷൻ, ഇത് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. സ്പോണ്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് പുറത്തുനിന്ന് ഒരു ഇതില്ലാതെ പോകാം. സ്റ്റിമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ഫോട്ടോൺ കൊടുത്തിട്ടാണ് എന്ത് വരുന്നത്? ഇവിടുന്ന് അപ്പർ ലെവലിലേക്ക് പോകുന്നത്. ഇനി സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ്റെ കേസിൽ നമുക്ക് വരുന്നത് ബി കോയിഫിഷ്യൻ്റാണ്. R12 പ്രപ്പോർഷണൽ ടു എന്താ വരുന്നത്? N1 ഇൻറ്റു ഈ അപ്പർ ലെവലിൻ്റെ എനർജി ഡെൻസിറ്റിക്കും കൂടി പ്രപ്പോർഷണലാണ് ഇതിൻ്റെ കേസിൽ. അതായത് അബ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എനർജി ഡെൻസിറ്റി പെർ യൂണിറ്റ് വോളിയം. അതാണ് U(V) അല്ലെങ്കിൽ റോ. ഏതാ എനർജി ഡെൻസിറ്റി നിങ്ങൾ ടേം യൂസ് ചെയ്യുക അത് ഇവിടെ എഴുതണം. ഈ ബി കോയിഫിഷ്യൻ്റെ കേസിൽ, അതായത് സ്റ്റിമുലേറ്റ് ചെയ്ത് നടക്കുന്നതിൻ്റെ കേസിൽ എന്തിനും കൂടി പ്രപ്പോർഷണൽ ആയിരിക്കും? എനർജി ഡെൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ വരുന്നുണ്ടല്ലോ, അതിനും കൂടി പ്രപ്പോർഷണൽ ആയിരിക്കും V12 N1 ഇൻറ്റു U(V) ഈസ് ദ എനർജി ഡെൻസിറ്റി. സ്റ്റിമുലേറ്റഡിൻ്റെ കേസിലാണ് എന്ത് വരിക? എനർജി ഡെൻസിറ്റി വരിക. സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണെങ്കിൽ എനർജി ഡെൻസിറ്റി വരും, സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ആണെങ്കിൽ എനർജി ഡെൻസിറ്റി വരും. മറ്റേത് സ്പോണ്ടേനിയസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് എനർജി ഡെൻസിറ്റി എഴുതാത്തത്. എനർജി ഡെൻസിറ്റി എന്തിൻ്റെയാണ്? ആ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോട്ടോണില്ലേ, ആ ഫോട്ടോണിൻ്റെയാണ് എന്ത്? എനർജി ഡെൻസിറ്റിയാണ് U(V). ഇവിടെ B12 ഇൻറ്റു ഇത് ബി കോയിഫിഷ്യൻ്റാണ് ഐൻസ്റ്റീൻ. ഇനി സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രോസസ്സാണ്. മൂന്നാമത്തെ പ്രോസസ്സാണ് എന്ത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതായത് ഹയർ ലെവലിൽ കുറേ ആറ്റംസ് ഉണ്ട്, ലോവർ ലെവലിൽ ആറ്റംസ് ഉണ്ട്. ഇനി ഇത് ഓൾമോസ്റ്റ് ഇവിടെ സ്റ്റേബിളായി നിൽക്കുകയെന്ന് കരുതുക. അപ്പം എന്തേ വരുള്ളൂ? ഒരു ഫോട്ടോൺ കൊടുത്തിട്ടേ നമുക്ക് ഇങ്ങനെ ഈ അപ്പർ ലെവൽ ലോവർ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുന്ന കേസിൽ ആണ് എന്ത് പറയുന്നത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എമിഷൻ പ്രോസസ് സ്റ്റിമുലേറ്റഡ് ബൈ എ ഫോട്ടോൺ ഓഫ് സെയിം ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിയിലുള്ള ഈ ഒരു സെയിം, ഇപ്പോൾ നമുക്ക് ഇൻസിഡൻസ് ഒരു ഫോട്ടോൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഡയറക്ഷനാലിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻസിഡൻറ്റ് വേവും നമുക്ക് കിട്ടുന്ന എന്താ പറയുക, ഈ വേവും ഇൻസിഡൻറ്റ് വേവും ഇവിടുന്ന് റേഡിയേറ്റ് ചെയ്യുന്ന വേവും തമ്മിൽ ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഡയറക്ഷനാലിറ്റി ഉണ്ടാവും. പിന്നെ റേറ്റ് ഓഫ് എമിഷൻ പ്രപ്പോർഷണൽ ടു ദ എനർജി ഡെൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ എനർജി ഡെൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ ലേസർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ കാരണമേ ലേസർ കിട്ടുള്ളൂ. മറ്റേ സ്പോണ്ടേനിയസ് എമിഷൻ വഴി നമുക്ക് കൺവെൻഷണൽ സോഴ്സ് ഓഫ് ലൈറ്റാണ് കിട്ടുക. ഒരു ലേസിങ് ആക്ഷൻ അതായത് ലേസർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് നടക്കണം? സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണം. അപ്പോൾ നമ്മൾ ലേസറിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ച സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നു, പക്ഷേ അവിടെ നിന്ന് എന്തെന്ന് ലാസ്റ്റ് ലേസിങ് ആക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ആ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് ലേസിങ് ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്തിന് നിർബന്ധമാണ്? ഒരു ലേസിങ് ആക്ഷൻ നടക്കണമെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ കമ്പൽസറി ആണ്. ഓക്കെ, ലേസർ ഈസ് ദ റിസൾട്ട് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആസ് ദ നെയിം സജസ്റ്റ്. ഓക്കെ, ലേസറിൻ്റെ പ്രൊഡ്യൂസ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓക്കെ, ലേസറിൻ്റെ ഫുൾ ഫോം ഓർത്താൽ മതി. എ എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സ്, അതായത് സ്പോണ്ടേനിയസ് പ്രോസസ്സിനാണ് എ കോയിഫിഷ്യൻറ്റ്. ബി എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? അബ്സോർപ്ഷൻ സ്റ്റിമുലേറ്റഡ് പ്രോസസ്സിനാണ് ബി കോയിഫിഷ്യൻറ്റ്. ആൻഡ് ട്രാൻസ്ഫർ ഓഫ് എനർജി ലെവൽ ഫ്രം 1 to 2 ഡിനോട്ടഡ് ബൈ A1 1 2 ആൻഡ് 2 to 1 by 2 1, അല്ലെങ്കിൽ അത് ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചാലും മതി. ഇനി അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ നോക്കുക. ഇതൊക്കെ കുറേ പറയുകയാണെങ്കിൽ കുറേ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ഏതെങ്കിലും സ്റ്റെപ്പ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നോട് ചോദിക്കുക കേട്ടോ. ഡെറിവേഷൻ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്. ഏതെങ്കിലും സ്റ്റെപ്പ് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, പിന്നെ പറയാനുള്ളത് പോപ്പുലേഷൻ ഇൻവേർഷൻ. എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് നോക്കാം. ഇനി പോപ്പുലേഷൻ ഇൻവേർഷനെ പറ്റി പറയുകയാണെങ്കിൽ
നമുക്ക് എന്താണ് ഒരു സ്റ്റേറ്റിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഒക്യുപ്പൈങ് ഇൻ ദ ലെവൽ, നമ്പർ ഓഫ് ആറ്റംസ് ഒക്യുപ്പൈങ് ഇൻ എ ലെവലാണ് എന്ത് പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ലെറ്റ് N1 ആൻഡ് N2 ബി ദി പോപ്പുലേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് E1 ആൻഡ് E2. E1നും E2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷനാണ് N1നും N2നും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് പഠിക്കാനുണ്ട്. N1/N2 ഈസ് ഈക്വൽ ടു e⁻E2 മൈനസ് E1/Z. ഈ റിലേഷൻ പഠിച്ചേക്കുക, പ്രോബ്ലം ചെയ്യാനൊക്കെ. ഒരു ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഈ റിലേഷൻ പറയുന്നത്. ഇതിന് പ്രകാരം നമുക്ക് പറയാം N1 is greater than N2. ഫസ്റ്റ് ബേസിക്സിൻ്റെ ലോവർ എനർജി ലെവലിൽ പോപ്പുലേഷൻ ആയിരിക്കും എപ്പോഴും കൂടുതൽ. പക്ഷേ നമുക്ക് ലേസിങ് ആക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വരണം, ഹയർ എനർജി ലെവലിൽ ലോവർ എനർജി ലെവലിലേക്ക് ആറ്റം വരണം. അപ്പോൾ നമ്മൾ ഈ ലോവർ എനർജി ലെവലിലുള്ള ആറ്റത്തിനൊക്കെ ആദ്യം എവിടെ കൊണ്ടുപോയി വെക്കണം, അപ്പർ എനർജി ലെവൽ, അതായത് ഹയർ എനർജി ലെവലിൽ കൊണ്ടുപോയി വെക്കണം. ഇപ്പോൾ നോർമലി ആറ്റം കൂടുതൽ എവിടെയാണ് ഉണ്ടാവുക, ലോവർ എനർജി ലെവലിൽ. അപ്പോൾ നമ്മൾ ലേസിങ് ആക്ഷൻ നടക്കണമെങ്കിൽ എന്ത് നടക്കണം, ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ആറ്റം വരുന്ന സമയത്താണ് എന്ത് എടുക്കുക, റേഡിയേഷൻ പുറത്തുവിടുക. അതാണ് ലേസർ. അപ്പം ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ലോവർ ലെവലിലുള്ള ആറ്റത്തിനൊക്കെ ഹയർ ലെവലിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഹയർ ലെവലിലെ പോപ്പുലേഷൻ കൂട്ടണം. അതിനെയാണ് എന്ത് പറയുന്നത്, പോപ്പുലേഷൻ ഇൻവേർഷൻ. അതായത് അപ്പർ ലെവലിലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാം. പോപ്പുലേഷൻ ഓഫ് ദ അപ്പർ സ്റ്റേറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ലോവർ സ്റ്റേറ്റ്. അതായത് N2 ഗ്രേറ്റർ ദാൻ N1. The normal population has to be inverted. നോർമൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ N1 ഗ്രേറ്റർ ദാൻ N2 ആണ്. പക്ഷെ അത് ഇൻവേർട്ട് ചെയ്യണം ലേസിങ് ആക്ഷൻ നടക്കണമെങ്കിൽ. ദ സിറ്റുവേഷൻ ഈസ് കോൾഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ആ ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെയാണ് അടുത്തതാണ് പമ്പിങ്. പിന്നെ വരുന്നതാണ് പമ്പിങ്. ലേസർ പഠിക്കണമെങ്കിൽ 2-3 ടൈം പഠിക്കാണ്ട് പോപ്പുലേഷൻ ഇൻവേർഷൻ, പമ്പിങ്, അതേപോലെ തന്നെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഇതൊക്കെയാണ് നമുക്ക് ലേസർ പഠിക്കുന്നതിന് മുമ്പ് വേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് പോപ്പുലേഷൻ ഇൻവേർഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് പമ്പിങ്. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ആറ്റത്തിനെ എത്തിക്കണം. ലോവറിന് ഹയറിലേക്ക് ആറ്റത്തിന് എത്തിയിട്ട് ഇവിടെ പോപ്പുലേഷൻ കൂട്ടണം. ടു അറ്റൈൻ ആൻഡ് മെയിൻറ്റെയിൻ പോപ്പുലേഷൻ ഇൻവേർഷൻ ദ എക്സൈറ്റഡ്, നമുക്ക് ആറ്റത്തിന് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. ഇങ്ങോട്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. ആ പ്രോസസ്സിന്, ആ എനർജി സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പമ്പിങ് എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഈ ഇതിനെന്ത് ചെയ്യണം, ലോവർ എനർജി സ്റ്റേറ്റിലെ ആറ്റത്തിന് എപ്പോഴും എക്സൈറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കണം ഹയർ എനർജി ലെവലിലേക്ക്. അതിനെയാണ് എന്ത് പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പമ്പിങ് എന്ന് പറയുന്നത്. പമ്പിങ് ഈസ് ദ process of transferring atom or molecules to excited state from ground state is called pumping. പമ്പിങ് 2-3 തരത്തിലുണ്ട്. ഫസ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ പമ്പിങ് ഉണ്ട്, അതേപോലെ ഇലക്ട്രിക്കൽ പമ്പിങ് ഉണ്ട്, അതേപോലെ കെമിക്കൽ പമ്പിങ് ഉണ്ട്. 3 ടൈപ്പ് പമ്പിങ്ങാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ഒപ്റ്റിക്കൽ പമ്പിങ്, കെമിക്കൽ പമ്പിങ്, ഇലക്ട്രിക്കൽ പമ്പിങ്, പിന്നെ ഡയറക്റ്റ് പമ്പിങ് ഉണ്ട്. അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് പമ്പിങ് ഉണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ പമ്പിങ് എന്ന് പറഞ്ഞാൽ, ഒപ്റ്റിക്കൽ പമ്പിങ് സീനോൺ ഫ്ലാഷ് ലാമ്പൊക്കെ യൂസ് ചെയ്ത് പമ്പ് ചെയ്യാം. ഒപ്റ്റിക്കൽ പമ്പിങ്, എ ലേസർ ഈസ് സെപ്റ്റ് ടു ബി ഒപ്റ്റിക്കലി പമ്പ് ദ പോപ്പുലേഷൻ ഇൻവേർഷൻ ഒബ്റ്റൈൻഡ് ബൈ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ. അതായത് റൂബി ലേസറിലൊക്കെ നടക്കുന്ന പ്രോസസ്സ് സീനോൺ ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്യാം. ഇത് ഇൻറ്റൻസ് സോഴ്സ് ഓഫ് ലൈറ്റ്, ഹൈ ഇൻറ്റൻസ് സോഴ്സ് ഓഫ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഹൈ എക്സൈറ്റേഷൻ നടക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഒപ്റ്റിക്കൽ പമ്പിങ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക്കൽ പമ്പിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക്കൽ പമ്പിങ് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുക. ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം കാഥോഡ് ആർ ആക്സിലേറ്റഡ് ടുവാർഡ്സ് ദി ആനോഡ്. അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ചെയ്ത് നടത്തുന്ന പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിക്കൽ പമ്പിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ആറ്റം ഓർ മോളിക്യൂൾ ബൈ ഇലക്ട്രോൺ ഇമ്പാക്റ്റ്. ഇലക്ട്രോൺ ഇമ്പാക്റ്റ് നടക്കുന്നത് എങ്ങനെയാണ്, ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ആനോഡിലും കാഥോഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്ത് ഇലക്ട്രോണിനെ ഇമ്പാക്റ്റ് ചെയ്യിക്കുന്ന പ്രോസസ്സ്.
അതാണ് എന്ത് നടക്കുന്നത്, ഇലക്ട്രിക്കൽ പമ്പിങ്ങിൽ നടക്കുന്നത്. ഇനി കെമിക്കൽ പമ്പിങ് ആകുമ്പം ഇൻ കെമിക്കൽ വേണ്ടി സം കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയിട്ട് പമ്പിങ് അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് നടക്കുന്നത്, കെമിക്കൽ പമ്പിങ് നടക്കുന്നത്. അതായത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ലേസറിൻ്റെ കേസിലൊക്കെയാണ് നടക്കുന്നത്. അതായത് H2+F2 ഗീവ്സ് എന്താ കിട്ടുക, 2HF, അത് പ്ലസ് ഹീറ്റ് റിയാക്ഷൻ അങ്ങനെയൊക്കെ വരും. ആ ഒരു ജസ്റ്റ് ആ കെമിക്കൽ ഫോർമുലയൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് എസ് ഒക്കെ ചോദിച്ചാൽ ലേസറിനൊക്കെ ചോദിച്ചാൽ ഇത് എഴുതാൻ വേണ്ടിയിട്ട് ആ കെമിക്കൽ ഫോർമുലയൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെയാണ് എന്ത് നടക്കുന്നത്, പമ്പിങ് നടക്കുന്നത്. പിന്നെ ഡയറക്ഷണൽ പമ്പിങ് ഉണ്ട്. വെൻ ഇലക്ട്രിക്കൽ എനർജി ഈസ് ഡയറക്ട്ലി യൂസ്ഡ് ബൈ ദ ലേസിംഗ് മെറ്റീരിയൽ ടു പ്രൊഡ്യൂസ് ലേസർ ഔട്ട്പുട്ട്, ദ പമ്പിങ് മെത്തേഡ് ഈസ് കോൾഡ് ഡയറക്റ്റ് കൺവേർഷൻ. അതായത് ഇലക്ട്രിക്കൽ എനർജി ഡയറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് ലേസിംഗ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതിനെയാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് പമ്പിങ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് പമ്പിങ് സെമി കണ്ടക്ടർ ലേസിൻ്റെ കേസിലാണ് ഡയറക്റ്റ് പമ്പിങ് യൂസ് ചെയ്യുന്നത്. ഗിവൺ ഫോർവേഡ് ബയസ് കണ്ടീഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, പിന്നെ ഡയറക്റ്റ് പമ്പിങ് നടക്കുന്നത്. പിന്നെ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റേബിൾ സ്റ്റേറ്റ്, റെസൊണൻറ്റ് ക്യാവിറ്റി, അതൊക്കെ വേണം എന്തിന്, ഒരു ലേസർ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടി പറയുമ്പോഴത്തേക്ക് വലിയ ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് പാർട്ടിലാക്കിയിട്ട് പറയാം.